കൊങ്ങിണി അരിപ്പൂവ്. ഒരൊറ്റ തണ്ടിൽ 7 വർണ്ണങ്ങൾ ഒളിപ്പിച്ചു വച്ച പ്രകൃതിയുടെ മായാജാലം. നാട്ടിൻപുറത്തുകാർ സ്നേഹത്തോടെ അരിപ്പൂവെന്നും കൊങ്ങിണിപ്പൂവെന്നും വിളിക്കുന്ന ലളിതമായ കുഞ്ഞു പൂവുകൾ. ഉത്രാടപ്പാച്ചിലിൻ്റെ ആരവങ്ങളോടെ പൊന്നോണ തലേന്നായ ഉത്രാടം നാൾ പുലരുമ്പോൾ പൂക്കളത്തിലേക്ക് വർണ്ണങ്ങളുടെ പെരുമഴക്കാലം തീർക്കാൻ കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം കൊങ്ങിണിപ്പൂവാണ്. നാനാതുറകളിലുള്ള പ്രജകളെ ഒന്നുപോലെ കണ്ട മഹാബലി തമ്പുരാന് പല നിറങ്ങളിൽ ഒത്തൊരുമയോടെ വിരിയുന്ന കൊങ്ങിണിപ്പൂക്കളോട് എന്തുകൊണ്ടാണ് പ്രത്യേക പ്രിയം തോന്നിയത്? ഉത്രാടനാളും കൊങ്ങിണിപ്പൂവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും അതിനു പിന്നിലെ രസകരമായ കഥയും അറിയാൻ വീഡിയോ മുഴുവനായി കാണും. ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിന്റെ 10ാം നാളിലേക്ക് കടക്കുന്നതിന്റെ തലേന്നാണ് ഉത്രാടം. ഒന്നാം ഓണം എന്ന് ഉത്രാടത്തെ വിളിക്കാറുണ്ട്. നാട് മുഴുവൻ ഉത്രാടപ്പാച്ചിലിന്റെ തുടക്കത്തിലാകുമ്പോൾ വീടുകളിൽ മഹാബലി തമ്പുരാനെ സ്വീകരിക്കാനുള്ള പൂക്കളത്തിന്റെ വിസ്തൃതി ഏറ്റവും വലുതാകുന്നത് ഈ ദിവസത്തിലാണ്. ഈ ഉത്രാടനാളിലെ പൂക്കളത്തിലെ പ്രധാന താരം കൊങ്ങിണി അഥവാ അരിപ്പൂവാണ്. മുൻ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച പൂക്കൾക്കൊപ്പം പൂക്കളത്തിന് നിറങ്ങളുടെ അതിസമൃദ്ധിയും വൈവിധ്യവും നൽകാൻ അരിപ്പൂവോളം പോകുന്ന മറ്റൊരു പൂവില്ല. മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, ചുവപ്പ്, വെള്ള തുടങ്ങി നാനാതരം നിറങ്ങളിൽ വിരിയുന്ന കൊങ്ങിണിപ്പൂക്കൾ പൂക്കളത്തിൽ ഇടകലർത്തി വയ്ക്കുമ്പോൾ പൂക്കളത്തിന് ഒരു വർണ്ണശബളമായ ശോഭ കൈവരുന്നു. കൊങ്ങിണിപ്പൂവിനും മാവേലി തമ്പുരാന്റെ വരവിനും പിന്നിൽ നാട്ടിൻപുറങ്ങളിൽ കൈമാറി വന്ന രസകരമായ ഒരു നാടോടി കഥയുണ്ട്. തിരുവോണത്തിന് തൊട്ടു മുമ്പുള്ള ഉത്രാടനാളിൽ മഹാബലി തമ്പുരാൻ നാടു ചുറ്റാനിറങ്ങിയപ്പോൾ വഴിയോരങ്ങളിൽ ഒരൊറ്റ തണ്ടിൽ തന്നെ പല നിറങ്ങളിലായി ഒന്നിച്ചു വിരിഞ്ഞു നിൽക്കുന്ന കൊങ്ങിണിപ്പൂക്കളെ കണ്ടു. മഹാബലി തമ്പുരാൻ ആ കൊച്ചു പൂവിലേക്ക് കുഞ്ഞു നോക്കി ചോദിച്ചു, "നിനക്കൊരു പ്രത്യേക നിറം മാത്രം സ്വീകരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നീ പല നിറങ്ങൾ ഒന്നിച്ചു പേറി ജീവിക്കുന്നത്?" കൊങ്ങിണിപ്പൂവ് വിനയത്തോടെ മറുപടി പറഞ്ഞു, "പ്രഭോ, അങ്ങയുടെ ഭരണകാലത്ത് പ്രജകൾ പല ജാതിയോ വർഗമോ നിറമോ നോക്കാതെ ഒത്തൊരുമയോടെയാണല്ലോ ജീവിച്ചിരുന്നത്. വിവിധ നിറങ്ങളുള്ള ഞങ്ങൾ ഒന്നിച്ചൊരു തണ്ടിൽ വിരിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഭംഗിയുണ്ടാകുന്നത്. സമത്വത്തിൻ്റെ ആ സന്ദേശമാണ് ഞങ്ങൾ ഈ ലോകത്തിന് നൽകുന്നത്." കൊങ്ങിണിപ്പൂവിൻ്റെ ഈ മനോഹരമായ സമത്വ സന്ദേശം കേട്ട് മഹാബലി തമ്പുരാന്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹം അനുഗ്രഹിച്ചു, "എൻ്റെ വരവിൻ്റെ തലേന്നായ ഉത്രാടം നാളിൽ ജനങ്ങളുടെ വീടുകളിൽ ഒത്തൊരുമയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രതീകമായി നീ അവരുടെ വലിയ പൂക്കളത്തിൽ പ്രധാനിയായി ശോഭിക്കും." അങ്ങനെയാണ് ഉത്രാടനാളിലെ പൂക്കളത്തിൽ കൊങ്ങിണിപ്പൂവിന് പ്രഥമ സ്ഥാനം ലഭിച്ചത്. ശാസ്ത്രീയമായി ലാന്റാന ക്യാമറ എന്ന് വിളിക്കുന്ന അരിപ്പൂവ് ഏതു വരണ്ട കാലാവസ്ഥയിലും യാതൊരു പരിചരണവുമില്ലാതെ താനെ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. പഴയ കാലത്ത് ഇതിൻ്റെ കായ്കൾ അരിപ്പഴം എന്ന പേരിൽ ഗ്രാമീണ കുട്ടികൾ കഴിച്ചിരുന്നു. പ്രകൃതിയിലെ ചിത്രശലഭങ്ങൾക്കും തേനീച്ചകൾക്കും ഏറ്റവും കൂടുതൽ തേൻ നൽകുന്ന പൂക്കളിലൊന്നുകൂടിയാണിത്. മനുഷ്യൻ്റെ പരിചരണം ആവശ്യമില്ലാതെ പ്രകൃതി സ്വയം നമുക്കായി ഒരുക്കി വയ്ക്കുന്ന വലിയൊരു അലങ്കാര ചെടിയാണ് കൊങ്ങിണിപ്പൂവ്. ഓണനാളുകളിൽ ഗ്രാമങ്ങളിലെ കുട്ടികൾ കൂട്ടുകൂടി പറമ്പുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പറിച്ചെടുക്കുന്നത് ഈ അരിപ്പൂക്കളാണ്. പൂക്കളത്തിന് ചുറ്റും അതിരുകൾ തീർക്കാനും വ്യത്യസ്ത കളർ കോമ്പിനേഷനുകൾ ഉണ്ടാക്കാനും ഈ പൂവ് നൽകുന്ന സഹായം ചെറുതല്ല. ഇന്നത്തെ കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ജമന്തിപ്പൂക്കൾക്ക് പകരമായി നമ്മുടെ നാട്ടിൻപുറത്തെ പറമ്പുകളിൽ അനായാസം കിട്ടുന്ന ലാളിത്യമുള്ള പൂവാണ് അരിപ്പൂവ്. അതെ, ഉത്രാടനാളിൽ പൂക്കളത്തിന് വർണ്ണശബളത നൽകുന്ന കൊങ്ങിണിപ്പൂവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വൈവിധ്യങ്ങൾക്കിടയിലെ ഒത്തൊരുമയെക്കുറിച്ചാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പൂക്കളത്തിൽ പ്രകൃതി തന്ന ഈ 7 നിറങ്ങളുടെ അത്ഭുത പൂവ് വയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബാല്യകാല അരിപ്പൂ ഓർമ്മകൾ താഴെ കമൻറ്റിൽ പങ്കുവയ്ക്കൂ. കൂടുതൽ നാടൻ ചരിത്രങ്ങൾക്കും കഥകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.